ഒരു പുതിയ കമ്പനി നിയമത്തിൽ 2013 വന്നൊരു നിയമമുണ്ട്. നിർബന്ധമായിട്ട് ഇന്ത്യയിൽ CSR, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന അത് മാൻഡേറ്ററി ആക്കിയത് 2013 നിയമമാണ്. 2% പ്രോഫിറ്റിൻ്റെ 2% നിർബന്ധമായിട്ട് ഇന്ത്യയിലെ certain കാറ്റഗറി ഓഫ് പേഴ്സൺസ് കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സക്കാത്ത്. സക്കാത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? സക്കാത്ത് അർഹരായ ഒരു കാറ്റഗറി പറയുന്നുണ്ട്, 2.5% പറയുന്നുണ്ട്. ഈ CSR കമ്പനി നിയമവും സക്കാത്തും കമ്പയർ ചെയ്ത് എക്സാക്ട്ലി ഗവൺമെന്റ് എടുത്തത് നമ്മുടെ സക്കാത്തിൽ നിന്നാണ്. ഇൻകം ടാക്സ് കാൽക്കുലേഷൻ എന്താ, സക്കാത്ത് കാൽക്കുലേഷൻ എന്താ, നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ടോ? സക്കാത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും, ഇത് കുറക്കാൻ പറ്റുമോ, ഇത് കൂട്ടാൻ പറ്റുമോ, പല സംശയങ്ങളും നമുക്ക് നോമ്പിന് വരാറുണ്ട് റംസാൻ കാലത്ത്. ഇൻകം ടാക്സിലെ കാൽക്കുലേഷൻ ചില എക്സ്പെൻസുകൾ അലവൻസ് ആണ്, ചിലത് ഡിസലവൻസ് ആണ് എന്ന് പറയുന്ന ഇൻകം ടാക്സിലെ എക്സാക്ട് കാൽക്കുലേഷൻ തന്നെയാണ് സക്കാത്ത്. നേരെ തിരിച്ച് പറയാം, സക്കാത്തിലെ കാൽക്കുലേഷനാണ് ഇൻകം ടാക്സിലെ കാൽക്കുലേഷൻ. അപ്പോൾ ഇന്ത്യയിലെ പല നിയമങ്ങളും നമുക്ക് എടുത്തു പരിശോധിച്ചാൽ, ഖുർആനുമായിട്ട് കണക്ട് ചെയ്താൽ, നമ്മൾ ഈ പറഞ്ഞ നമ്മളടങ്ങുന്ന ഈ പ്രൊഫഷണൽസ്, ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം അല്ലാത്ത അമുസ്ലിങ്ങളായ അവരുടെ ഭഗവത്ഗീതയിലും അവരുടെ ബൈബിളിലുമൊക്കെ ഈ തരത്തിലുള്ള കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പിരിച്വലും കൂടെ കൂടുമ്പോഴാണ് നമ്മളെ പെർഫെക്റ്റ് വിദ്യാഭ്യാസമാവുന്നത്.